ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാനിലെ ആദ്യത്തെ ദിവസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ ദിവസം തന്നെ നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളൊരു നോമ്പ് തുറയാണ് കേട്ടോ ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ജ്യൂസായിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് ഈത്തപ്പഴവും ക്യാരറ്റും കൂട്ടിയടിച്ചിട്ടുള്ളൊരു ജ്യൂസായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കിറ്റിൽ ഒരുപാട് ഈത്തപ്പഴം ഉണ്ടായപ്പോൾ അതിനി ഇങ്ങനെയൊക്കെ തന്നെ ഉപയോഗിച്ച് കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈത്തപ്പഴം ആദ്യം ഒന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ട കൊണ്ടൊരു പോള റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ട ആവിയിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പത്തിരിപ്പണിയൊക്കെ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ആയിട്ട് ആകുമ്പോഴത്തിന് എന്തായാലും സമ്മതിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2:30-3 മണിയൊക്കെ ആവാൻ സമയത്ത് ഞങ്ങൾ പത്തിരിപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ അമ്മ പത്തിരി റെഡിയാക്കി തരലൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഞാനാണ് കേട്ടോ പത്തിരി ചുടുന്നത്. പിന്നെ പത്തിരിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല നൈസ് പത്തിരിയാണ് കേട്ടോ. നല്ല ഇതിൽ പൊങ്ങി റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു പത്തിരിയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ 2 സ്നാക്ക് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഞാൻ മുട്ടപ്പോളയാണ് റെഡിയാക്കിയിട്ടുള്ളത്, ഒന്ന് പിന്നെ സമൂസയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സമൂസൻ്റെ ഫില്ലിങ്സ് ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സമൂസൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ പപ്സ് പോളയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് റെഡിയാക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഉള്ളി, അതുപോലെ തന്നെ ഉള്ളി വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വാടണ്ട കേട്ടോ, കുറച്ചൊന്ന് നമുക്ക് കടിക്കാൻ പാകത്തിനൊന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ആ ഒരു മസാല റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ മസാലകളും റെഡിയായി വന്നതിന് ശേഷം ഞാനിപ്പോൾ സമൂസക്കുള്ള ഫില്ലിങ്സ് ഇവിടെ നിറച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ സമൂസ ഷീറ്റിൽ. അപ്പോൾ സമൂസ ഷീറ്റ് മടക്കണ രൂപം ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ എല്ലാതും ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ ഇപ്പോൾ സമൂസക്കുള്ളതെല്ലാം മടക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മുട്ടപ്പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള അതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു ജാറിലേക്ക് ഒരു 3-4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒരു ചെറിയ കപ്പിന് 1 കപ്പ് മൈദ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കയ്യിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു 4 കയ്യിൽ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കയ്യിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 1 കപ്പ് മൈദ എടുക്കുക. പിന്നെ 1 ഗ്ലാസ് പാലെടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ പോള റെഡിയാക്കാനുള്ള ബാറ്ററൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കുഴിഞ്ഞ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യോ ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സൈഡിലൊക്കെ ആയിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് ഒരു ഹാഫ് പോർഷൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു അര ഭാഗം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ആ മസാലകളൊന്ന് നിരത്തി വെച്ചതിന് ശേഷം എന്നിട്ട് മുട്ട വെച്ച് കൊടുത്താൽ മതി കേട്ടോ.
ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ അതാ സമൂസ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ സമൂസ റെഡിയാവുന്ന സമയം കൊണ്ട് അതും കൂടി വെന്ത് കിട്ടും. ഇപ്പോൾ രണ്ടും കൂടി ഒപ്പമാണ് കേട്ടോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് രണ്ടും റെഡിയാവുന്ന സമയം കൊണ്ട് ഇതാ പിന്നെ ജ്യൂസും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റും ഈത്തപ്പഴവും ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പാലും കൂടെ കൂട്ടിയിട്ടൊന്ന് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ നേരത്തെ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു പപ്സ് പോളയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കാൻ സമയമായപ്പോഴത്തിന് ഇന്നത്തെ ഇഫ്താറിനുള്ള മെനു ഞാൻ റെഡിയാക്കിയതൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോഴത്തിന് ടേബിളിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ ഉണ്ടായപ്പോൾ നമ്മൾ ടേബിളിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ ടേബിളിലേക്ക് എല്ലാതും അങ്ങ് ഒരുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് വിളിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് എല്ലാവർക്കും ഒരു നോമ്പ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള 29 നോമ്പ് നമുക്ക് നോറ്റ് വീട്ടാനുള്ള ഭാഗ്യം ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതിനനുസരിച്ച് ഞാൻ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തുന്നതാണ്. കഴിഞ്ഞ വീഡിയോക്കൊക്കെ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയും തുടർന്നും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.